നമസ്തേ, യോഗയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാഡ് ബ്രെത്ത്, അതായത് വായ്നാറ്റത്തിന് നമുക്ക് ഏത് ആസന ചെയ്യാം എന്നുള്ളതാണ്. വായ്നാറ്റം പല കാരണങ്ങൾ കൊണ്ടുവരാം. മെയിനായിട്ടും ഇൻഡൈജഷൻ, ദഹനക്കേട് കൊണ്ടാണ് കൂടുതലും നമുക്ക് ഈ വായിൽ നിന്നുള്ള നാറ്റം ഫീൽ ചെയ്യുന്നത്. അതല്ല, നമുക്ക് ചിലപ്പോൾ നമ്മളുടെ പല്ലുകളിലുണ്ടാകുന്ന ഗം ഇൻഫെക്ഷൻ കൊണ്ടും നമുക്ക് വായ്നാറ്റം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ആസനയാണ് സിംഹാസന. സിംഹാസന ചെയ്യുമ്പോൾ നാക്കുകൾ നീട്ടി ശ്വാസം പുറത്തേക്ക് വിടുക. രണ്ട് ടൈപ്പ് ഉണ്ട്. നമ്മൾ ഇന്ന് ചെയ്യുന്നതിൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ശ്വാസം വിടുന്നതിൻ്റെ കൂടെ തന്നെ നാക്ക് വെളിയിലോട്ട് നീട്ടി വയ്ക്കുക. ആദ്യം നമുക്ക് വജ്രാസനയിലിരിക്കാം. കാലുകൾ നീട്ടി വച്ചിരിക്കണം. കൈ രണ്ടും രണ്ട് സൈഡിൽ വെച്ച് ആദ്യം വലത്തെ കാല് വലത്തെ സൈഡിൽ കൂടെ മടക്കി വലത്തെ ബട്ടക്സിൻ്റെ അടിയിൽ വയ്ക്കുക. കാലിൻ്റെ പാദത്തിലോട്ട് കയറിയിരിക്കണം. അതിനുശേഷം ഇടത്തെ കാല് ഇടത്തെ സൈഡിൽ കൂടെ ബെൻഡ് ചെയ്ത് ഇടത്തെ ബട്ടക്സിൻ്റെ അടിയിലോട്ട് വയ്ക്കണം. മുട്ടുകൾ രണ്ടും രണ്ട് സൈഡിലായിട്ട് സെപ്പറേറ്റ് ചെയ്യുക. ഒരു സ്റ്റെപ്പ് എടുത്ത് നീട്ടി വെക്കുന്നത് പോലെ സെപ്പറേറ്റ് ചെയ്താൽ മതി. ബാക്കിലുള്ള പാദം ഇങ്ങനെ ഇരിക്കും. ഈ പാദത്തിൻ്റെ പുറത്ത് വേണം നമ്മൾ ഇരിക്കാൻ. ചിലർക്ക് നന്നായിട്ട് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ആംഗിൾ പെയിനും അതുപോലെ തന്നെ ഫുഡ് പെയിനും നന്നായിട്ടും കാര്യമാക്കേണ്ട അത് സ്ട്രെച്ചിങ് പെയിനാണ്. വൺസ് കംഫർട്ടബിളായിട്ട് ഇരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ കൈ രണ്ടും ചേർത്ത് വെച്ച് നമ്മളുടെ ശരീരത്തിൻ്റെ അകത്തോട്ട് വെക്കണം, പുറത്തോട്ടല്ല. തിരിച്ച് വയ്ക്കുക. തിരിച്ച് വെച്ചതിന് ശേഷം പതുക്കെ കണ്ണ് തുറക്കുക. കണ്ണ് തുറന്ന് നമ്മളുടെ ദൃഷ്ടി പതുക്കെ മൂക്കിൻ്റെ അറ്റത്തോട്ട് കൊണ്ടുവരണം. രണ്ട് കൃഷ്ണമണിയും മൂക്കിൻ്റെ അറ്റത്തേക്ക് കൊണ്ടുവന്നു. നാസികാഗ്ര മുദ്ര. നമ്മളുടെ ദൃഷ്ടി നാസികാഗ്രത്തിലായിരിക്കണം. അതിനുശേഷം വളരെ സാവധാനത്തിൽ ശ്വാസം ഉള്ളിലോട്ടെടുക്കുക. ഉള്ളിലോട്ടെടുത്ത് ശക്തിയായിട്ട് ശ്വാസം പുറത്ത് കളയണം. പുറത്ത് കളഞ്ഞിട്ട് ഒരു 10 സെക്കൻഡ് വായും നാക്കും തുറന്നു വച്ചിരിക്കണം. ഇൻഹേൽ, ഒരിക്കൽ കൂടി കണ്ണുകൾ തുറന്ന് ദൃഷ്ടി മൂക്കിൻ്റെ അറ്റത്തേക്ക് കൊണ്ടുപോവുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. പതുക്കെ കൈ റിലീസ് ചെയ്ത് മുട്ടിൻ്റെ പുറത്ത് വെക്കുക. അതിനുശേഷം രണ്ട് മുട്ടും ചേർത്ത് വെച്ച് സ്വല്പനേരം വജ്രാസനയിലിരുന്ന് കണ്ണടച്ചിരിക്കുക. കണ്ണടയ്ക്കുമ്പോൾ നമ്മളുടെ മൂക്കിൻ്റെ അറ്റത്തേക്ക് നോക്കിയത് കൊണ്ട് രണ്ട് നെറ്റിയുടെയും മധ്യഭാഗത്ത് നന്നായിട്ട് വേദന എടുക്കും. അതുപോലെ തന്നെ വായ്ക്കകത്തും വേദന എടുക്കും. അപ്പോൾ ഈ ഭാഗങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് കണ്ണടച്ചിരിക്കണം. കണ്ണുകൾ വളരെ സാവധാനത്തിൽ തുറക്കുക. റിലീസ് ചെയ്യുമ്പോൾ ഇടത്തേക്കാൽ ഇടത്തെ സൈഡിൽ കൂടെയും വലത്തേക്കാൽ വലത്തെ സൈഡിൽ കൂടെയും റിലീസ് ചെയ്യണം. അപ്പോൾ സൈനസ് കംപ്ലൈൻറ്റിനുള്ളവർക്ക് മൂക്കിൻ്റെ അറ്റത്തേക്ക് നോക്കുന്നത് കൊണ്ട് ആദ്യം ഒരു തലപ്പെരുപ്പം പോലെ നമുക്ക് തോന്നും. അപ്പോൾ കണ്ണടച്ച് വെച്ചിരുന്നാൽ മതി. അല്ലാത്ത സമയത്ത് കണ്ണിൻ്റെ മൂക്കിൻ്റെ അറ്റത്തേക്ക് നോക്കുക. അതുപോലെ വായ്നാറ്റം കണ്ടീഷന് നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുന്നുണ്ട്. വിട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ശ്വാസം ഉള്ളിലെടുക്കാതെ പുറത്ത് ശ്വാസം വിട്ടുകൊണ്ട് ശ്വാസം അകത്തോട്ടെടുക്കാതെ വേണം 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യാൻ. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു മാക്സിമം ആയിട്ടുള്ള നമ്മൾ ഗം ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും അതും ഒന്ന് അവോയ്ഡ് ചെയ്ത് നമുക്ക് കിട്ടും. ഫിറ്റ്നസ് ട്രെൻഡ്